നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയൊരു ക്ലാസ് എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന കണ്ടന്റ് ആദ്യം പറഞ്ഞു, അതിനുശേഷം ഒരു ക്ലാസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഇന്നത്തെ അതായത് 2024 ഡിസംബർ 17 ഇന്നത്തെ ദിവസത്തെ പത്രവാർത്ത കണ്ട പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം അറിയാവുന്നതാണ്. HSAയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ 2024 ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വരുന്നു. അതുമായി ബന്ധപ്പെട്ട ധാരാളം ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ ടെലഗ്രാം വഴിയും വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്രീ വർക്കൗട്ട് ക്ലാസ് തരാമോ, അല്ലെങ്കിൽ ഒരു ചലഞ്ച് സീരീസ് കണ്ടക്ട് ചെയ്യാമോ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. നമ്മൾ എഴുതാൻ പോകുന്ന HSA പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ എത്തുക, അല്ലെങ്കിൽ ആദ്യ റാങ്കിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ സൗജന്യമായിട്ടുള്ള ഒരു വർക്കൗട്ട് ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലെല്ലാ ടോപ്പിക്കും ഉൾപ്പെടും. ഈ പറഞ്ഞ സ്പെഷ്യൽ സബ്ജക്റ്റ് ഉൾപ്പെടും, അതിനകത്തുള്ള പ്രധാനപ്പെട്ട GK ഉൾപ്പെടും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടും, മെത്തഡോളജി, സൈക്കോളജി എല്ലാം ഉൾപ്പെടും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിൽ ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ വളരെ സന്തോഷമായി കാണും ഈ ഒരു വാർത്ത വന്നപ്പം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 109 തസ്തികകളിൽ PSC വിജ്ഞാപനം വരുന്നു ഡിസംബർ 31. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന HSA പരീക്ഷ, HST അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഉണ്ട്, പിന്നെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്നറിയപ്പെടുന്ന HSA അല്ലെങ്കിൽ HST എന്തുമായിക്കോട്ടെ. അതിനകത്ത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങി 109 തസ്തികകളിൽ PSC വിജ്ഞാപനം എന്നാണ് വാർത്ത. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് മനസ്സിലാകണം. ജനുവരി 29 വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അല്ലെങ്കിൽ അപേക്ഷിക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ കാണും. ഒന്നാമത്തത്, വിജ്ഞാപനം വന്നു. ഓക്കെ, വിജ്ഞാപനം വന്നു, നമുക്ക് ഒന്നാമത്തത് നമ്മുടെ സംശയം ക്ലിയർ ആയി. വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു. ഡിസംബർ 31 വിജ്ഞാപനം വരുന്നു. ജാനുവരി മാസം എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പരീക്ഷ എപ്പോഴാണ്? നമുക്കറിയാം, ഏത് മത്സര പരീക്ഷ 2022, 23, 24 മുഴുവൻ മത്സര പരീക്ഷയുടെ ട്രെൻഡ് നിങ്ങൾ നോക്ക്. ആ ട്രെൻഡിലെല്ലാം നിങ്ങൾ കാണുന്നത് മത്സര പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് 6 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷ നടത്തുന്ന കേരള PSCയുടെ സമീപനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് സമയം 6 മാസത്തിനുള്ളിൽ വെച്ചേ നമ്മൾ കണക്കാക്കാവൂ. അതായത് ഇപ്പം മടിച്ച് മാറി നിൽക്കാതെ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്കിതെല്ലാം നോക്കി പഠിക്കാം എന്ന ധാരണയിൽ മാറി നിൽക്കാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ഉഷാറായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പരീക്ഷ നമ്മുടെ ഒരു കണക്കൂട്ടൽ പറയുമ്പോൾ പല കോണിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തുമ്പം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ, അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ പരീക്ഷ ഉറപ്പായും അതിനുള്ളിൽ കാണും. ഇതിവിടെ മഴ വരുന്നു, കാലാവസ്ഥാ പ്രവചനം പോലെ ജൂലൈ ഓഗസ്റ്റിൽ ഉണ്ടത്രേ എന്ന് പറയല്ല, മറിച്ച് മറ്റ് എല്ലാ കോണുകളിൽ നിന്നും, അത് PSCയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, ഈ പറയുന്ന PSCയുമായി ബന്ധപ്പെട്ട അധ്യാപകരായിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു പോസിറ്റീവ് ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരീക്ഷ പറയുന്നത്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ധാരണ പ്രകാരം 6 മാസത്തിനുള്ളിൽ, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ജൂണിന് മുമ്പേ നടക്കുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങ് പഠിച്ചു പോകും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംശയം, ഇതിന്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? സബ്ജക്റ്റ്, അതായത് ഈ പറയുന്ന മലയാളം, മറ്റ് ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് സബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ള നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 80 മാർക്ക്, മൊത്തം 100 മാർക്കാണ്. അതിൽ 80 മാർക്ക് മലയാളത്തിലായിരിക്കും എന്ന് ഓർത്തു വെക്കണം. അപ്പൊ അത് നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളമാണ്. ഇനി അതിൽ 20 മാർക്കുണ്ട്. 20 മാർക്ക് എത്രയിലാണ്? ഇംഗ്ലീഷിലാണ്. 20 മാർക്ക് ഇംഗ്ലീഷ് എന്നല്ല ഞാൻ പറഞ്ഞത്, 20 മാർക്ക് ഇംഗ്ലീഷിലാണ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? അതിൽ GK ഉൾപ്പെടും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടും, റിനേസൻസ് ഉൾപ്പെടും, മെത്തഡോളജി ഉൾപ്പെടും. ഇത്രയാണല്ലോ നമ്മൾ 20 മാർക്ക് എന്ന് ഗസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണക്കാക്കുന്നത്. അപ്പൊ ആകെ 100 മാർക്ക്, അതിൽ 20 മാർക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എന്നല്ല പറഞ്ഞത്, ഇംഗ്ലീഷിലാണ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ. അതിൽ GK വരും, കറണ്ട് അഫയർ വരും, മെത്തഡോളജി വരും. 80 മാർക്ക് നമ്മുടെ സബ്ജക്റ്റ് ആണ്. നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, ഏതാണോ
അപ്പോൾ നമുക്ക് വേണ്ടത് പരീക്ഷ വന്നു, പരീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു, വിജ്ഞാപനം വന്നു, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ HSA അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് HSAയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെയാണ്, OBC വിഭാഗത്തിന് 43, SC ST വിഭാഗത്തിന് അങ്ങനെ ഓരോ സ്ലാബ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഏജ് ലിമിറ്റ് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് വേണം? സിലബസ് വേണം. ആ സിലബസിൽ ആദ്യം കൊടുത്തേക്കുന്ന സിലബസ് കണ്ടന്റ് ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. HSA HST നോട്ടിഫിക്കേഷൻ, HSA അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ജനറൽ ക്ലാസിന്റെ പാർട്ട് A ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് കണ്ടന്റ്, അതായത് ഈ പറയുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പറഞ്ഞു, ദെൻ നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ് സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പാർട്ട് എയിലകത്ത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 എന്ന് 3 പോർഷൻ ഉണ്ട്. അതിൽ മൊഡ്യൂൾ 1ൽ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ്, മൊഡ്യൂൾ 2ൽ GK ആൻഡ് കറണ്ട് അഫയർ ആണ്, മൊഡ്യൂൾ 3ൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് ആണ്. ഈ 3 ഏരിയ ആണ്. അതിൽ പാർട്ട് 1ലെ അല്ലെങ്കിൽ പാർട്ട് എയിലെ മൊഡ്യൂൾ 1ലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ആദ്യം തന്നെ ന്യൂജൻ ചോദ്യം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ആദ്യം തന്നെ ന്യൂജൻ ചോദ്യം എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്, ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ന്യൂജൻ ചോദ്യമായി വരുന്നത്. ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച, ഇക്കഴിഞ്ഞ ഒരു NCA നോട്ടിഫിക്കേഷനിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി? നമുക്കറിയാം ഇതൊരു റിനൈസൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ സിലബസിലുള്ള ഈ പറയുന്ന GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക്കും ഈ പറയുന്ന റിനൈസൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്കും നമുക്ക് തീർക്കണമല്ലോ. അതാണ് നമ്മൾ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് ഒരു വർക്കൗട്ട് ചലഞ്ച് പോലെ ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, പഠിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന HSA പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേടുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അപ്പം ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി? ഓപ്ഷൻ എ നോക്കിയേ, ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ കേരള. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, അറിയില്ല, അത് അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ബി, ഫൗണ്ടർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. ഓപ്ഷൻ സി അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, തേർഡ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റാർട്ടഡ് ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ. ദെൻ ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഓഥർ ഓഫ് ദി ബുക്ക് ഡൽഹി ദർബാർ. ഈ 4 സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി എന്ന് നമുക്ക് ധാരണ ഉണ്ടാവണം. അപ്പൊ അതിനെന്ത് വേണം? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി പഠിക്കണമല്ലോ. വേറെ ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന ലോജിക്ക് ഒന്ന് ഓർത്തു വെക്കണം. എളുപ്പമാർഗമാണ് പറയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് 18ഓളം ചോദ്യം, 18+ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം. അതിൽ 9 ക്വസ്റ്റ്യൻ പഠിക്കാനുള്ള എളുപ്പമാർഗം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുക. 18ൽ പകുതി പഠിക്കാനുള്ള എളുപ്പമാർഗം പറഞ്ഞു തരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പം ഇദ്ദേഹം മുസ്ലിം ആണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ, അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്നൊരു ധാരണ ഉണ്ടാകണം. അപ്പൊ തന്നെ നമുക്ക് മെജോറിറ്റി ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റും. ഹീസ് എ മുസൽമാൻ, ഇദ്ദേഹം ഒരു മുസൽമാനാണ്. അപ്പൊ ഒന്നാമത്തെ വസ്തുത, ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ കേരള, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. അപ്പൊ ഒന്നാമത്തെ ലോജിക്ക് ശരിയാണ്. അപ്പൊ അദ്ദേഹം മുസ്ലിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇദ്ദേഹം 3 മാഗസിൻ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു മാഗസിന്റെ പേരാണ് മുസ്ലിം. ലോജിക്കുണ്ട്, മുസ്ലിം എന്നറിയപ്പെടുന്ന മാഗസിൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഫോം ചെയ്തതാണ്. അൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഒരു മാഗസിൻ ഉണ്ട്. ദ മാഗസിൻ അൽ ഇസ്ലാം ഫൗണ്ടഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദ മാഗസിൻ ദീപിക ഫൗണ്ടഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഫോം ചെയ്ത 3 പ്രധാനപ്പെട്ട മാഗസിൻസ് ഏതൊക്കെയാ? ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടത് മുസ്ലിം, ദെൻ സെക്കൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അൽ ഇസ്ലാം, തേർഡ് ദീപിക. ഈ 3 മാഗസിൻ കിട്ടി. ഈ മാഗസിൻ സ്റ്റാർട്ട് ചെയ്ത വർഷം, ആരാണ് ഫോം ചെയ്തതെന്നും കൂടെ പറയുമ്പം ആ ടോപ്പിക് ക്ലിയർ ആയി. ഇനി ഇദ്ദേഹം ആരംഭിച്ച ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. ആ ന്യൂസ് പേപ്പറിന്റെ പേര് സ്വദേശാഭിമാനി എന്നാണ്. ഫൗണ്ടർ ഓഫ് ദി ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇദ്ദേഹം പ്രധാനപ്പെട്ട 12 സംഘടനകൾ ഇദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ട്. 12 സംഘടനകൾ. ഈ 12 സംഘടനയും പഠിക്കാനുള്ള എളുപ്പമാർഗം പറഞ്ഞുതരാം. 12 സംഘടനയും പഠിക്കാനുള്ള എളുപ്പമാർഗം പറഞ്ഞുതരാം. ഒന്ന് ഓർത്തു വെക്കണേ, അദ്ദേഹം ഫോം ചെയ്ത ഒന്നാമത്തെ സംഘടനയുടെ പേര് അഖില ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ എന്നാണ് ഒരു സംഘടനയുടെ പേര്. അഖില ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ. മലയാളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് വരും. ഒന്നാമത്തെ സംഘടന. രണ്ടാമത്തെ സംഘടന വേറെ എങ്ങും നിങ്ങൾ പോകണ്ട, ഈ അഖില മാറ്റി ബാക്കി ഒന്ന് വായിച്ചേ. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ രണ്ടാമത്തെ സംഘടന. മൂന്നാമത്തെ സംഘടന ദാണ്ടെ മുസ്ലിം മഹാജനസഭ. 3 എണ്ണമായോ? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം മഹാജനസഭ 3 എണ്ണമായ. ഇനി
ഈ പറയുന്ന ജന എന്ന് പറയുന്ന വാക്കൊന്ന് റൗണ്ട് ചെയ്യണം, എന്നിട്ട് ഇതിനെ ഒഴിവാക്കണം. ഈ ഒഴിവാക്കി നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അഖില ട്രാവൻകൂർ മുസ്ലിം മഹാസഭ, ട്രാവൻകൂർ മുസ്ലിം മഹാസഭ, മുസ്ലിം മഹാസഭ 12ൽ 6 സംഘടന കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? റിനേസൻസിൽ ഓർഗനൈസേഷൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം ഫോം ചെയ്ത പ്രധാനപ്പെട്ട സംഘടന കിട്ടി. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ എ ഓപ്ഷൻ ശരിയാണ്, ബി ഓപ്ഷൻ ശരിയാണ്, സി ഓപ്ഷൻ ശരിയാണ്. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാൽ, ഓതർ ഓഫ് ദി ബുക്ക് ഡൽഹി ദർബാർ, ഉത്തരം റോങ് ആണ്, തെറ്റാണ്. ഡൽഹി ദർബാർ എന്ന ടെക്സ്റ്റ് എഴുതിയത് സ്വദേശ് അഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അപ്പൊ ഈ പറയുന്ന വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് വക്ക അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചാൽ എ, ബി ആൻഡ് സി, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ അത് തന്നെയാണ് കേരള PSC കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വാല്യൂ ചെയ്തേക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ only 1 and 2 and 3 ആർ കറക്റ്റ്. ഇതാണ് ലോജിക്ക്. ഓക്കെ, അപ്പൊ ഇനി പറയുന്ന ഈ വക്ക അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി ഇനി ഏതെങ്കിലും പരീക്ഷയിൽ നമ്മൾ എഴുതാൻ പോകുന്ന HSA പരീക്ഷയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിച്ചാൽ നമ്മൾ അത് എഴുതണം, അതിനു വേണ്ടിയുള്ള കണ്ടന്റ് പറയുക. വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനെ പഠിക്കുമ്പം ആദ്യം അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് ക്വസ്റ്റ്യനകത്തിന് ഉത്തരവുണ്ട്, പഠിക്കേ വേണ്ട. തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ തന്നെ പറ. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ HSA ആണ്. ഏകദേശം നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്ര ഒരു ഹയർ ഓർഡർ പരീക്ഷാ ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ വൈക്കം ഉണ്ട്, വക്കം ഉണ്ട്. വൈക്കം കോട്ടയം ജില്ലയിലും വക്കം തിരുവനന്തപുരം ജില്ലയുമാണ്. അപ്പോൾ വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ ബർത്ത് പ്ലേസ് തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ചിറയൻകീഴ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഒന്നാമത്തെ വസ്തുത, ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ്. ഓക്കെ, വക്ക അബ്ദുൽ ഖാദർ മൗലവി ഈസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ്. ഓക്കെ, താഴെ പറയുന്നതിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ എംപവർമെന്റിന് വേണ്ടി വർക്ക് ചെയ്ത റിനൈസൻസ് ലീഡർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വക്ക അബ്ദുൽ ഖാദർ മൗലവി തന്നെ. അദ്ദേഹം ആരംഭിച്ച 3 മാഗസിൻ, ഒന്ന് മുസ്ലിം, അദ്ദേഹം ഫോം ചെയ്ത വർഷം 1906 1906 മുസ്ലിം എന്നറിയപ്പെടുന്ന മാഗസിൻ അദ്ദേഹം ഫോം ചെയ്തത്. 1918 അദ്ദേഹം മറ്റൊരു മാഗസിൻ ഫോം ചെയ്തു. ആ മാഗസിന്റെ പേര് അൽ ഇസ്ലാം എന്നാണ്. ദി വൺ ആൻഡ് ഒൺലി അറബി മലയാളം മാഗസിൻ ഓഫ് വക്ക അബ്ദുൽ ഖാദർ മൗലവി. വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏക അറബി മലയാളം മാഗസിൻ ഏതാന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ പറയുന്ന അൽ ഇസ്ലാമാണ്. 1918 ഫോം ചെയ്ത് 1918. മൂന്നാമത്തത് 1931 1931 അദ്ദേഹം ഒരു മാഗസിൻ ഫോം ചെയ്തു. ആ മാഗസിന്റെ പേര് ദീപിക എന്ന. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, നിതിരിക്കൽ മാണിക്കത്തനാർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മാഗസിന്റെ പേര് ദീപി എന്നല്ലയോ? ആണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുണ്ടല്ലോ, അദ്ദേഹം ഒരു ദീപിക എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ഫോം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഈ പറഞ്ഞ വക്ക അബ്ദുൽ ഖാദർ മൗലവിയും ഈ പറഞ്ഞ ദീപിക എന്നറിയപ്പെടുന്ന ഒരു മാഗസിൻ ഫോം ചെയ്തിട്ടുണ്ട്. ഫോം ചെയ്ത വർഷം 1931 വരും ക്ലാസ് നമ്മൾ PYQ എടുക്കുമ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആക്കി തന്നെ പോയിക്കോളാം. അപ്പൊ 1906 കിട്ടി, 1918 കിട്ടി, 1931 കിട്ടി. ഈ 3 കാര്യങ്ങൾ ഓർക്കണേ. ഇത് പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. നിങ്ങൾ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ, പരീക്ഷയ്ക്ക് വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് മാഗസിൻ നോട്ട് റിലേറ്റഡ് ടു വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്നാ. താഴെ പറയുന്നവയിൽ വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ മാഗസിൻ അല്ലാത്തത് ഏതെന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ അത് ഓപ്ഷനകത്ത് മുസ്ലിം കാണാം, അൽ ഇസ്ലാം കാണാം, ദീപിയെ കാണും, പിന്നെ അൽ അമീൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ കാണും. അൽ അമീൻ ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഓക്കെ, അൽ ഹിലാൽ എന്ന് പറയുന്നൊരു മാഗസിൻ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ സ്ഥാപിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള നമ്മളെ കുഴപ്പിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ കണ്ടന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 3 മാഗസിൻ കിട്ടി, അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരും കിട്ടി. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പറിനെ പറ്റി പഠിക്കണം. ഒന്നാമത്തെ വസ്തുത, സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടറോ ഫസ്റ്റ് എഡിറ്ററോ രാമകൃഷ്ണ പിള്ളയല്ല. സ്വദേശ് അഭിമാനി രാമകൃഷ്ണ പിള്ളയല്ല. സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പർ ഫോം ചെയ്ത ആളോ ഫസ്റ്റ് എഡിറ്ററോ. അപ്പൊ ആളുകൾ വ്യത്യാസമുണ്ട്. ഈ സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പർ ഫോം ചെയ്യുന്നത് 1905 1905 ജാനുവരി 19 1905 ജനുവരി 19 സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പർ ഫോം ചെയ്തത്. ഫൗണ്ടർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഫോം ചെയ്തത്. ഇതിനൊരു ഫസ്റ്റ് എഡിറ്റർ ഉണ്ട്. ഫസ്റ്റ് എഡിറ്ററിന്റെ പേര് CP ഗോവിന്ദപിള്ള എന്ന. ഇപ്പൊ ഫൗണ്ടറിനെ കിട്ടി, വക്കം മൗലവി. ഫസ്റ്റ് എഡിറ്റർ ആരെന്ന് കിട്ടി, CP ഗോവിന്ദപിള്ള. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ന്യൂസ് പേപ്പർ ആയ സ്വദേശ് അഭിമാനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പർ ലൊക്കേറ്റഡ് അറ്റ്
അഞ്ച് തെങ്ങ്, തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നാണ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്. വീണ്ടും ആവർത്തിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, കാരണം 5 തെങ്ങ് ഉണ്ട്, 1000 തെങ്ങും ഉണ്ട്. 1000 തെങ്ങ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. 5 തെങ്ങ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. 5 തെങ്ങ് റബല്യൻ, ആറ്റിങ്ങൽ റബല്യൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചേർത്ത് പഠിപ്പിച്ചോളാം. ഇപ്പം നിങ്ങൾ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിനെ പറ്റി മാത്രം ഒന്ന് ധാരണ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഏരിയ പഠിക്കുന്നതിൽ റോൾ ഓഫ് പ്രസന്റ് കേരള റിനൈസൻസ് പഠിക്കണം. അപ്പൊ അതിനകത്ത് ഇത് പെൻഡിങ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ 905 ഫോം ചെയ്തു. ഇനി 1906ന്റെ പ്രത്യേകതയുണ്ട്. 1906ന്റെ പ്രത്യേകത SRKP എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ബിക്കെയിം ദി എഡിറ്റർ ഓഫ് ദി മാഗസിൻ ഓർ ദി ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന മാഗസിൻ അല്ലെങ്കിൽ പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് ആര് വരുന്നു? SRKP എന്നറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വരുന്നു. ഇനി ഈ പറഞ്ഞ 5 തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ടു വക്കത്തേക്ക് റിമൂവ് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. 1906 1906. തൊട്ടടുത്ത വർഷം 1907 ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ടു തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ 1905 അല്ലെങ്കിൽ 1905 ആസ്ഥാനം 5 തെങ്ങ്, 1906 എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? വക്കത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. 1907 എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 1910 1910 സെപ്റ്റംബർ 26 1910 സെപ്റ്റംബർ 26 ഈ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ബാൻ ചെയ്യുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ടു ബി എക്സ്പെൽഡ് ടു തിരുനെൽവേലി, തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് എക്സ്പെൽഡ് ചെയ്തു, നാട് കടത്തി എന്നാ പറയുന്നത്. 1910 സെപ്റ്റംബർ 26. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് പ്രത്യേകതയുണ്ട്. മൈ ബാനിഷ്മെന്റ്, എന്റെ നാടുകടത്തൽ. മലയാളത്തിലേക്ക് ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് മാറ്റം വന്നാണ്ടോ? എന്റെ നാടുകടത്തൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരുമ്പം മൈ ബാനിഷ്മെന്റ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ മൈ ബാനിഷ്മെന്റ് ഈസ് ദി ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് നാടുകടത്തും. ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാന്റെ പേര് പി രാജഗോപാലാചാരി എന്നാണ്. ഓപ്ഷനകത്ത് സി രാജഗോപാലാചാരി കാണും, എഴുതിയേ ചെയ്യരുത്, ഉത്തരം പി രാജഗോപാലാചാരിയാണ്. വരും ക്ലാസ്സിൽ എടുത്തോളാം ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം. ഓക്കെ, അപ്പൊ 1910 സെപ്റ്റംബർ 26 കിട്ടി. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫസ്റ്റ് ബാൻഡ് ന്യൂസ് പേപ്പർ ഇൻ ട്രാവൻകൂർ എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ എന്ത് എഴുതരുത്? സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ എഴുതരുത്. തിരുവിതാംകൂറിൽ നിന്ന് ഫസ്റ്റ് ബാൻഡ് ആയിട്ട്, അതായത് ഫസ്റ്റ് ബാൻഡ് ന്യൂസ് പേപ്പർ ഇൻ ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി എന്നല്ല, ഉത്തരം സന്തിഷ്ടവാദി എന്ന. ഈ സന്തിഷ്ടവാദി സ്ഥാപിക്കുന്നത് WH മൂർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. WH മൂർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സന്തിഷ്ടവാദി എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ഫോം ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ എളുപ്പമാർഗം പറഞ്ഞല്ലോ, 12 സംഘടന നമ്മൾ പഠിക്കണം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് 12 സംഘടന നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ സംഘടനയുടെ പേര് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ഓർഗനൈസേഷൻ ഫോംഡ് ബൈ വക്കം മൗലവി. 1 അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അത് കിട്ടി. അഖില മാറ്റി ബാക്കി ദാണ്ട തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. 2 എണ്ണി പറയുക, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മൂന്നാമത്തത് മുസ്ലിം മഹാജനസഭ. 3 കിട്ടിയോ? പിന്നെ നമ്മൾ നേരത്തെ ഒരു ടെക്നിക്ക് പറഞ്ഞായിരുന്നല്ലോ, ജനയങ്ങ് മാറ്റണം. ജന മാറ്റിയിട്ട് ബാക്കി 1 എന്ന് പറഞ്ഞ് വായിക്ക്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, മുസ്ലിം മഹാസഭ. 6 കിട്ടിയല്ലോ. അടുത്തത് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് ചോദിക്കും. കേരള ഫണ്ട് കേരളയുണ്ട്. കേരള മുസ്ലിം ഐക്യസംഘം, പിന്നെ മുസ്ലിം ഐക്യസംഘം. ഈ 2 സംഘടനയും, അപ്പൊ 6ഉം 2ഉം 8 സംഘടന അദ്ദേഹത്തിന്റെ ആയി. നമ്മൾ എളുപ്പമാർഗം പറഞ്ഞതാ, കേരള മുസ്ലിം ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘം. അടുത്ത നോക്കിയേ, ചിറയിൻകീഴ് മുസ്ലിം സമാജം. ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നാണ് യഥാർത്ഥ പേര്. ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം അല്ലെങ്കിൽ താലൂക്ക് മുസ്ലിം സമാജം, അതുമല്ലെങ്കിൽ എന്ത് മുസ്ലിം സമാജം. അത് തന്നെ 3 അപ്പൊ 6, 8, 11 സംഘടന ഇതുവരെ നമ്മൾ പഠിച്ചു. ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, താലൂക്ക് മുസ്ലിം സമാജം, മുസ്ലിം സമാജം, കേരള മുസ്ലിം ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അങ്ങനെ 6. ഇത്തരം കാര്യങ്ങൾ കിട്ടിയോ? അടുത്തത് SNDP എന്നറിയപ്പെടുന്ന സംഘടനയുണ്ട്. ശ്രീനാരായണ ഗുരു ഫോം ചെയ്ത SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആണ്. ഈ SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഫോം ചെയ്ത സംഘടനയുടെ പേരാണ് ഇസ്ലാം ധർമ്മ
പരിപാലന സംഘം. അപ്പൊ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഫോം ചെയ്തതാരാ? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒന്ന് ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. SNDPയുടെ മാതൃകയിലാണ് ഫോം ചെയ്ത്. ഇത്രയും സംഘടനകൾ ആർക്കുണ്ട്? ഈ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുണ്ട്. ഇനി മത്സര പരീക്ഷ ചോദിക്കുന്ന സമയത്ത് LDC പരീക്ഷയിലൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ പത്രാധിപരില്ലാതെ എന്റെ പത്രവും എനിക്ക് എന്റെ അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയ. ഈ പറയുന്ന 1910 സെപ്റ്റംബർ 26 എന്ന് പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പത്രം ബാൻ ചെയ്യുന്നു. ഈ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ എക്സ്പെൽഡ് ചെയ്യുന്നു, തിരുനെൽവേലിയിലേക്ക് നാട് കടത്തുന്നു. ആ സമയത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: എന്റെ പത്രാധിപനില്ലാതെ എനിക്ക് എന്റെ അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി പരീക്ഷകൾ കയറുന്ന സമയത്ത് കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിച്ചു കളയും. അതിന്റെ ഒരു ടിപ്സ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഒരു മാഗസിൻ ഉണ്ട്. അൽ ഇസ്ലാം നമ്മളിപ്പോൾ പറഞ്ഞു. അൽ ഇസ്ലാം വക്കം മൗലവിയാണ് ഫോം ചെയ്തത്. ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് എന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ്. അദ്ദേഹമാണ് അൽ ഇസ്ലാം ഫോം ചെയ്തത്. അൽ അമീൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്നറിയപ്പെടുന്ന മാഗസിൻ ഫോം ചെയ്തത്. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈസ് ആൾസോ നോൺ ആസ് കേരള സുഭാഷ് ചന്ദ്രബോസ്. ദി മാഗസിൻ അൽ അമീൻ ഫൗണ്ടഡ് ബൈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു പോയിന്റോട് ഓർത്തു വെക്കണം. 1930 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് കണ്ടക്ടഡ് ഫ്രം ബേപ്പൂർ ഓർ കോഴിക്കോട്. 1930 നിയമലംഘന സമരം ബേപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. പഠിച്ചു മാറ്റണം. നമ്മൾ എടുക്കും വരും ക്ലാസ്സിൽ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് ചലഞ്ച് കണ്ടക്ട് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പറയുന്ന ഇപ്പൊ 10th ലെവൽ പരീക്ഷയുടെ 36 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. ഈ 36 ക്ലാസ്സും ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്നത് കൊണ്ട് അവരത് ഫോളോ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് ഈ ഒരു GK സെക്ഷൻ, ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ, ഈ പറഞ്ഞ റിനേസൻസ് മെത്തഡോളജി എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ശരിയാണ്, നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്ലാസ് കൂടി ഒന്ന് 2x ഇട്ട് കാണാം. അല്ലാതെ സ്ലോ ആയിട്ട് ഒന്നും നിങ്ങൾ കാണണ്ട. അത് 2x ഇട്ട് തന്നെ നിങ്ങൾ കാണുക. ദെൻ ഇതിന്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസർ വർക്കൗട്ടിന് ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ടെലഗ്രാം കൂട്ടായ്മയുണ്ട്. HSA വർക്കൗട്ടിന് വേണ്ടി മാത്രം ഒരു ടെലഗ്രാം കൂട്ടായ്മയുണ്ട്. അതിൽ HSA കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ജനറൽ PSCയിലുള്ള എല്ലാ ആളുകളും, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ആ മറ്റ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ 2 ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. ഒന്ന് ടെലഗ്രാം ഗ്രൂപ്പ്, ഒന്ന് PSC ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന കോമൺ ഗ്രൂപ്പ്. അതിനകത്ത് ഏകദേശം 13,000-ഓളം കുട്ടികളുണ്ട്. അതിനകത്ത് പോൾ ക്വസ്റ്റ്യനും PDF നോട്ടും എല്ലാ മത്സര പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കണ്ടക്ട് ചെയ്യുന്നു. അപ്പം ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ മെറ്റീരിയൽസും കൂടി ഇടുന്ന സമയത്ത് ചിലപ്പം ആ കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല, ഒരു ടെലഗ്രാം കൂട്ടായ്മയും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും ഫോം ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ഫ്രീ നോട്ട്സും ഫ്രീ ക്ലാസ് ലിങ്കും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊന്ന് ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ. ദെൻ അടുത്തത് അൽ ഹിലാൽ എന്നറിയപ്പെടുന്ന ഒരു മാഗസിൻ ഉണ്ട്. അൽ ഹിലാൽ എന്നറിയപ്പെടുന്ന മാഗസിൻ അല്ല, അൽ ഹിലാൽ എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ആണ് ഫോം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മെക്കയിൽ ജനിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടിയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. UGC എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹം ആരംഭിച്ച ന്യൂസ് പേപ്പറിന്റെ പേര് അൽ ഹിലാൽ എന്നാണ്. അപ്പൊ അൽ ഇസ്ലാം കിട്ടി, അൽ അമീൻ കിട്ടി, അൽ ഹിലാൽ കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നു, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് സമത്വ സമാജം? ആരാണ് സമത്വ സമാജം എന്ന സംഘടന ഫോം ചെയ്തത്? എളുപ്പമാർഗം പറയുന്നു. ചോദ്യത്തിൽ എവിടെങ്കിലും സമ എന്ന വാക്കുണ്ടോ നോക്കണം. ചോദ്യത്തിൽ എവിടെങ്കിലും സമ എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? വൈകുണ്ഠസ്വാമികളായിരിക്കും. അപ്പോൾ ആൻസറിലേക്ക് വരണം. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന HSA പരീക്ഷയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാക്കേജ് പറയുമോ? മൊത്തം റിനേസൻസിൽ 8 പാക്കേജ് പഠിച്ചാൽ മാർക്ക് ഫുള്ള് കിട്ടും. അതിലൊരു പാക്കേജ് ആദ്യം പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ചോദിക്കും, ഇതിനൊരു ഇയർ കാണും, ഇതിനൊരു ഫൗണ്ടർ കാണും, ഇതിനൊരു മൗത്ത് പീസ് കാണും. ഇങ്ങനെ 4 കാറ്റഗറിയിലുള്ള കണ്ടന്റ് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പറയുമോ? ഒന്ന്, സമത്വ സമാജം ഫോം ചെയ്ത ഇയർ 1836 1836 ഫൗണ്ടഡ് ബൈ വൈകുണ്ഠസ്വാമികൾ. ഇതിനെന്തില്ല? മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം ഇല്ല. ഇല്ലാത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. സമത്വ സമാജം 1836 ഫൗണ്ടർ വൈകുണ്ഠസ്വാമികൾ. മൗത്ത് പീസ് ഉണ്ടോ? മൗത്ത് പീസ് ഇല്ല. അടുത്തത്
അപ്പൊ സമ നോക്കിയ സമ നമ്മൾ അടിവരച്ചു. സമപന്തി ഭോജന കണ്ടക്ടഡ് ബൈ വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് സമപൂർണദേവ സമ്പൂർണദേവ വൈകുണ്ഠസ്വാമികള. സമപാതിത്തോപ്പ് സ്വാമിത്തോപ്പ് ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ ബർത്ത് പ്ലേസ് ആണ് സ്വാമിത്തോപ്പ്. സമപൂർണദേവൻ എന്നറിയപ്പെടുന്നത്, സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ ഓർഗനൈസേഷന്റെ പേര് സമത്വ സമാജം. സമപന്തി ഭോജന കണ്ടക്ടഡ് ബൈ വൈകുണ്ഠസ്വാമികൾ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് പാക്കേജുകളുണ്ട്, തരാം. അടുത്തത് SNDP എന്നറിയപ്പെടുന്ന സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഫോം ചെയ്ത വർഷം 1903 1903 മെയ് 15 1903 മെയ് 15 SNDP ഫോം ചെയ്തത്. ഫൗണ്ടഡ് ബൈ ശ്രീനാരായണ ഗുരു. ഫോം ചെയ്തത് ശ്രീനാരായണ ഗുരു ആണ്. ഇതിനൊരു മൗത്ത് പീസ് ഉണ്ട്. മൗത്ത് പീസിന്റെ പേര് വിവേകോദയം എന്നാണ്. കറണ്ട് നെയിം ഓഫ് വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേര് യോഗനാഥം എന്ന. വിവേകോദയത്തിന്റെ കറണ്ട് നെയിം എന്താണ്? യോഗനാഥം. അതൊന്ന് ഓർത്തു വെക്കണം. ഈ SNDP ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പൊ അത് ഡിസ്കസ് ചെയ്തോളാം. അടുത്തത് സാധുജന പരിപാലന സംഘം. അപ്പൊ സാധുജന പരിപാലന സംഘം ഫൗണ്ടഡ് ഇൻ വിച്ച് ഇയർ? 1907. ഫൗണ്ടഡ് ബൈ അയ്യങ്കാളി. മൗത്ത് പീസ് സാധുജന പരിപാലിനി. അപ്പൊ മൗത്ത് പീസ് ആയ സാധുജന പരിപാലനി ഫോം ചെയ്തത് അയ്യങ്കാളിയ. സാധുജന പരിപാലന സംഘം എന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്തത് 1907. അതിന്റെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി. അതിന്റെ മൗത്ത് പീസ് എന്താണെന്ന് ചോദിച്ചാൽ അത് സാധുജന പരിപാലനി. ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ സമത്വ സമാജം കിട്ടി, SNDP കിട്ടി, സാധുജന പരിപാലന സംഘം കിട്ടി. അടുത്തത് യോഗക്ഷേമ സഭ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ പറഞ്ഞ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട പ്രത്യേകത ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മേക്ക് നമ്പൂതിരി ആസ് എ ഹ്യൂമൻ ബീയിങ് ഈസ് ദി സ്ലോഗൻ റിലേറ്റഡ് ടു വിച്ച് ഓർഗനൈസേഷൻ ഇൻ കേരള? കേരളത്തിലെ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക? യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ യോഗക്ഷേമ സഭയുടെ സ്ഥാപിച്ച വർഷം കിട്ടി. യോഗക്ഷേമ സഭ ഫൗണ്ടഡ് ഇൻ വിച്ച് ഇയർ? 1908. യോഗക്ഷേമ സഭയുടെ ഫൗണ്ടർ VT ഭട്ടതിരിപ്പാടാണ്. മേക്ക് നമ്പൂതിരി ആസ് എ ഹ്യൂമൻ ബീയിങ്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് VT ഭട്ടതിരിപ്പാടാ. അപ്പൊ അടുത്ത യോഗക്ഷേമ സഭയുടെ മുഖപത്രം അല്ലെങ്കിൽ മൗത്ത് പീസ് മംഗളോദയമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ, ഈ എഴുതി വെച്ചേക്കുന്ന എല്ലാ സംഘടനയ്ക്കും എന്തുണ്ട്? മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രമുണ്ട്. ഈ സംഘടന സ്ഥാപിച്ച ആള് തന്നെയായിരിക്കും മൗത്ത് പീസും ആരംഭിക്കുന്നത്. ഒരിടത്ത് മാത്രം വ്യത്യാസം, SNDPയുടെ കേസിൽ മാത്രം. SNDPയുടെ ഫൗണ്ടർ ശ്രീനാരായണ ഗുരുവാണ്. പക്ഷെ SNDPയുടെ മൗത്ത് പീസ് ആയ വിവേകോദയത്തിന്റെ ഫൗണ്ടർ ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല, അത് കുമാരനാശാനാണ്. ഓക്കെ. അപ്പൊ യോഗക്ഷേമ സഭയുടെ ഫോം ചെയ്ത വർഷം കിട്ടി 1908. ഫൗണ്ടർ VT ഭട്ടതിരിപ്പാട്, മൗത്ത് പീസ് മംഗളോദയം. ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദേവസഭ, PRDS എന്ന് പറയും. PRDS ഫോം ചെയ്തത് 1909. ഫൗണ്ടഡ് ബൈ പൊയ്കേൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. പൊയ്കേൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ് PRDS ഫോം ചെയ്തത്. അതിന് മുഖപത്രം ആദിയാർ ദീപമാണ്. ആദിയാർ ദീപം. അപ്പൊ PRDS കിട്ടി. അടുത്ത NSS നായർ സർവീസ് സൊസൈറ്റി 1914 ഒക്ടോബർ 31 NSS ഫോം ചെയ്തത്. ഫൗണ്ടഡ് ബൈ മന്നത്ത് പത്മനാഭൻ. രണ്ട് സബ്ജക്റ്റിലും പറയുവാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു തരുവാണ്. മന്നത്ത് പത്മനാഭനാണ് ഫോം ചെയ്തത്. മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം സർവീസാണ്. അപ്പൊ സർവീസ് ആരംഭിച്ചത് ആരാ? മന്നത്ത് പത്മനാഭന. മന്നത്ത് പത്മനാഭനെ അറിയപ്പെടുന്ന പേരുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഭാരത കേസരി വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ഭാരത കേസരി. കേരള മദൻ മോഹൻ മാളവ്യ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അടുത്തത് സഹോദര സംഘം. സഹോദര സംഘം ഫൗണ്ടഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. ഫൗണ്ടഡ് ഇൻ വിച്ച് ഇയർ? 1917 1917. സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം എന്ന സംഘടന ഫോം ചെയ്തത്. മൗത്ത് പീസിന്റെ പേര് സഹോദരൻ. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിച്ച് കളയും, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ വർഷം മാത്രം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ നിങ്ങൾ വായിച്ചാൽ മതി. 1917 സഹോദര സംഘം ഫോം ചെയ്യുന്നു. സഹോദരൻ അയ്യപ്പനാണ് ഫോം ചെയ്തത്. മൗത്ത് പീസിന്റെ പേര് സഹോദരൻ. ഓക്കെയാണ്. അടുത്തത് സെക്കലാസ് സംഘടന ആത്മവിദ്യാസംഘം. 1917 അല്ലെങ്കിൽ 1917 ആത്മവിദ്യാസംഘം ഫോം ചെയ്തത്. ആത്മവിദ്യാസംഘം ഫൗണ്ടഡ് ബൈ
വാഗ്ഫടാനന്ദൻ. വാഗ്ഫടാനന്ദനാണ് ആത്മവിദ്യാസംഘം ഫോം ചെയ്തത്. ഈ ആത്മവിദ്യാസംഘത്തിന്റെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രമുണ്ട്. മുഖപത്രത്തിന്റെ പേര് അഭിനവ കേരളം എന്ന. ആവർത്തിച്ച് ഞാൻ പറയുന്നു, അഭിനവ് ഭാരത് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് VD സവർക്കറിൻ്റെതാണ്. അഭിനവ കേരളമുണ്ട്, അത് വാഗ്ഫടാനന്ദൻ്റെതാണ്. അപ്പൊ ആത്മവിദ്യാസംഘം ഫോം ചെയ്ത വർഷം 1917, ഫൗണ്ടഡ് ബൈ വാഗ്ഫടാനന്ദൻ, മൗത്ത് പീസ് അഭിനവ കേരളം. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് 1918 1918 ഫൗണ്ടഡ് ബൈ ബ്രഹ്മാനന്ദ ശിവയോഗി, മൗത്ത് പീസ് സാരഗ്രാഹി. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുരുഷ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് പുരുഷ സിംഹം. മലയാളത്തിലുള്ള വാക്ക് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ചോദ്യാർത്ഥാവ്. പക്ഷേ മാറ്റമുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ നിരീശ്വരവാദികളുടെ ഗുരു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയ. ചോദിക്കുന്നത് വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് ഗുരു ഓഫ് എത്തീസ്റ്റ് എന്ന. നിരീശ്വരവാദികളുടെ ഗുരു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ടേം ഗുരു ഓഫ് എത്തീസ്റ്റ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത്. ഇനി കോമ്പറ്റേറ്റീവ്. അപ്പൊ ഇത്രയും സംഘടനകൾ കിട്ടിയിട്ടോ, ഇത്രയും സംഘടന കിട്ടി, ഇതിന്റെ വർഷം കിട്ടി, ഇതിന്റെ ഫൗണ്ടർ കിട്ടി, ഇതിന്റെ മാഗസിൻ അല്ലെങ്കിൽ മൗത്ത് പീസ് കിട്ടി. ഇതൊന്ന് പഠിച്ചു വെക്കണം. അടുത്തത് ഏറ്റവും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്ന ട്രിക്സുകളാണ് ഇനി പറയുന്നത്. കേരള PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ ഒരു HSA നിലവാരത്തിലുള്ള പരീക്ഷകൾക്കെല്ലാം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന്, കേരള സ്പാർട്ടക്കസ് അയ്യങ്കാളിയാണ്. ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് കേരള സ്പാർട്ടക്കസ്? ഉത്തരം അയ്യങ്കാളി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, താഴെ പറയുന്നവയിൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നോ വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് എന്നോ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് എന്നോ എന്തും ആയിക്കോട്ടെ, അതിൽ എന്ത് വന്നാലും, ഡയറക്റ്റ് ചോദ്യം വന്നാലും ഇൻഡയറക്റ്റ് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് കേരള സ്പാർട്ടക്കസ് അയ്യങ്കാളി. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സാധുജന പരിപാലന സംഘത്തെ പറ്റി പറഞ്ഞു. ഇത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് തരും. ഇത് ഇന്ന് മാത്രം ഉള്ളതല്ല, ഡെയിലി ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ ഡെയിലി പബ്ലിഷ് ചെയ്യും ഈ പറയുന്ന വർക്കൗട്ട്. നിങ്ങളുടെ എക്സാം വരെ, ടിൽ യുവർ എക്സാം, നിങ്ങളുടെ എക്സാം വരെ ഇത്. അപ്പൊ ഈ പറയുന്ന ഈ മെറ്റീരിയൽസ്, ഈ പറയുന്ന നോട്ട്സ്, ഇതെല്ലാം മറ്റു പരീക്ഷയിൽ എഴുതുന്നവർക്കും ഗുണകരമായിട്ട് മാറും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരും ചോദിക്കും. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള നെപ്പോളിയൻ? അത് കുമാരഗുരുവാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് കുമാരഗുരുവാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് രാജശില്പി ഓഫ് കേരള റിനൈസൻസ്? കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ നമ്മൾ എല്ലാവരും പഠിച്ചു നോക്കുന്നത് എന്താ? ഫാദർ ഓഫ് കേരള റിനൈസൻസ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആര് തന്നെ? ശ്രീനാരായണ ഗുരു തന്നെയാണ്, മാറ്റമില്ല. ഇതിനകത്ത് വെറൈറ്റി ചോദ്യം ഇതാണ്, രാജശില്പി ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരു. അടുത്തത് മലബാർ ഗോഖലെ. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് മലബാർ ഗോഖലെ? മലബാർ ഗോഖലെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അത് മങ്കട കൃഷ്ണവർമ്മരാജയാണ്. മങ്കട കൃഷ്ണവർമ്മരാജ. ഇത്രയും ട്രിക്സുകളുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കണം. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞാൽ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വർക്കൗട്ട് സീരീസിൽ പറഞ്ഞത്. ആദ്യം കുറച്ച് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു, പിന്നെ ക്ലാസ്സിലേക്ക് അങ്ങ് കടന്നതാ, പിന്നെ ഒരു ക്ലാസ് സെക്ഷനായിട്ട് എടുക്കുന്നില്ല. ഇന്ന് തന്നെ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ള PDF ഫയൽ ഏകദേശം 10,000-ലധികം പോൾ ചോദ്യം, അതിനകത്ത് റിനൈസൻസ് വരും, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ യൂസ്ഫുൾ ആകുന്ന കണ്ടന്റുകളെല്ലാം ഉള്ള ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ പറയുന്ന വീഡിയോ ക്ലാസ്സിന് താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, PSC ഇൻഫ്ലുവൻസറിന്റെ പബ്ലിക് ചാനൽ ഏകദേശം 13,000-ഓളം ഉദ്യോഗാർത്ഥികളുള്ള ചാനൽ ഇതാണ്. ഇതല്ലാതെ HSA വർക്കൗട്ടിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാനലുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. രണ്ടിലും ജോയിൻ ചെയ്താൽ അത്രയും നല്ലത്. കാരണം രണ്ടിലും ഒരേ മെറ്റീരിയൽ അല്ല, ഒരിടത്ത് വേരിയസ് LDC, LGS, ഈ യൂണിവേഴ്സിറ്റി അസെന്റ്, സെക്രട്ടറി അസെന്റ്, അങ്ങനത്തുള്ള എല്ലാ പരീക്ഷയ്ക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു പോർഷൻ. മറ്റൊരു പോർഷൻ HSAക്കാർക്ക് വേണ്ടി മാത്രം. അത് HSA നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റുകാർക്കും ഈ പറയുന്ന GKയും റിനൈസൻസും മെത്തഡോളജിയും കോമൺ ആയതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ, ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വരാൻ പോകുന്ന ഈ പറയുന്ന HSA പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് സിൻസിയറായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പഠിക്കുക. പഠിക്കാൻ ആവശ്യമുള്ള മുഴുവൻ സാധ്യതകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.